ഫേസ്ബുക്കും എക്സും വാട്സാപ്പും ഉൾപ്പെടെ 2 ഡസനിലധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിനെ തുടർന്ന് യുവാക്കൾ സംഘടിക്കുന്നു. അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. പോലീസ് നടത്തിയ വെടിവെപ്പിൽ 19 പേർ മരിച്ചു വീഴുന്നു. ജൻസി വിപ്ലവം എന്ന ഓമന പേരിൽ അറിയപ്പെട്ട പ്രതിഷേധം നടക്കുന്നത് അങ്ങ് നേപ്പാളിലാണ്. സോഷ്യൽ മീഡിയ നിരോധനം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിലും രാജ്യത്തെ പുതുതലമുറയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സർക്കാർ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. നേപ്പാൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഈ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? യുവാക്കൾ സംഘടിക്കാൻ കാരണം സോഷ്യൽ മീഡിയ നിരോധനം മാത്രമാണോ? നമുക്ക് നോക്കാം. 2 പതിറ്റാണ്ടിനപ്പുറം തെരുവ് കത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർത്തലാക്കിയ രാജഭരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി അടക്കം അഴിമതി ആരോപണങ്ങൾ നേരിടാത്തവർ ആരും സർക്കാരിലില്ല. സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ, അഴിമതി കൊടികുത്തിവാഴുമ്പോൾ സർക്കാരിന്റെ ഏത് നടപടിയെയും വലിയ ആഘാതത്തോടെയാവും സമൂഹം നേരിടുക. ഇവിടെ സർക്കാരിന്റെ പുതിയ നീക്കം നേരിട്ട് ബാധിച്ചത് രാജ്യത്തെ പുതുതലമുറയെയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൻസി തലമുറയെന്ന് വിളിക്കുന്ന 90കളുടെ പകുതിക്കും ഈ നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടിലും ജനിച്ചു വീണവരെ. സോഷ്യൽ മീഡിയ കാലത്ത് ജനിച്ചു വളർന്ന ഈ തലമുറയ്ക്ക് എണ്ണപ്പെട്ട ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ചത് ഉൾക്കൊള്ളാനായിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയും സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നത് അവർക്ക് അംഗീകരിക്കാനായിട്ടില്ല. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സർക്കാരിനോടുള്ള സ്വാഭാവിക പ്രതിഷേധം അതിനാക്കം കൂട്ടുകയും ചെയ്തു. ജൻസി വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുന്നത് അങ്ങനെയാണ്. വിദേശ രാജ്യങ്ങൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം 2025 സെപ്റ്റംബർ 4-ന് സർക്കാർ ഉത്തരവിറക്കി. ഈ ഉത്തരവനുസരിക്കാത്ത 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് സർക്കാർ ഒറ്റയടിക്ക് നിരോധിച്ചത്. ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം. പുതിയ നിയമം അനുസരിച്ച് രാജ്യത്ത് നിലവിലുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുക, സോഷ്യൽ മീഡിയയെ സംബന്ധിക്കുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ കംപ്ലയൻസ് ഓഫീസർമാരെ നിയമിക്കുക, നേപ്പാളിനുള്ളിൽ പ്രാദേശിക കോൺടാക്ട് പോയിന്റ് സ്ഥാപിക്കുക എന്നിവയാണ് സർക്കാർ പുതിയ നിയമങ്ങളിലൂടെ നിഷ്കർഷിച്ചിരുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി പൃഥ്വി സുബ്ബ ഗുരുങ്ങിന്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗം കമ്പനികൾക്ക് പുതിയ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ 7 ദിവസത്തെ സമയം നൽകിയിരുന്നു. ഇത് കമ്പനികൾ പാലിക്കാതെ വന്നതോടെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ സർക്കാർ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ബാൻ ചെയ്യുകയായിരുന്നു. 2025 സെപ്റ്റംബർ 8 തിങ്കളാഴ്ചയാണ് ആയിരക്കണക്കിന് യുവജനങ്ങൾ കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ ഇറങ്ങിയത്. ഒപ്പം പോഖ്ര, ബഡ്വാൾ, ബൈരഹവ, ഭരത്പൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം നടന്നു. അവർ പാർലമെന്റ് കെട്ടിടത്തിന് ചുറ്റും ഒത്തുകൂടി. പ്രതിഷേധക്കാർ ദേശീയ പതാകകൾ വീശി ദേശീയഗാനം ആലപിച്ച് അഴിമതിക്കും സെൻസർഷിപ്പിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്തതോടെ പ്രകടനങ്ങൾ അക്രമാസക്തമായി. നേപ്പാൾ ഗവൺമെന്റിൽ നിന്നും ഷൂട്ട് അറ്റ് സൈറ്റ് അനുമതി കിട്ടിയിട്ടുള്ള പോലീസ് സേന ജലപീരങ്കികൾ, കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ, വെടിയുണ്ടകൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. ഇതൊക്കെ പ്രയോഗിച്ചിട്ടും സമരക്കാർ ഒടുവിൽ പോലീസിനെ പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ വളഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം 19 പ്രതിഷേധക്കാർ മരണപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം കുറഞ്ഞത് 200 പേർക്ക് ഗുരുതരമായ പരിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുന്തോറും മരണസംഖ്യയും പ്രതിഷേധത്തിന്റെ വീര്യവും കൂടി വന്നു. ഗുരുതരമായി പരിക്കേറ്റവരിൽ പലർക്കും നാഷണൽ ട്രോമ സെന്ററിൽ ചികിത്സ നൽകി. സംഘർഷങ്ങൾക്ക് മറുപടിയായി പാർലമെന്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി എന്നിവയുൾപ്പെടെ കാഠ്മണ്ഡുവിലെ പ്രധാന സർക്കാർ കേന്ദ്രങ്ങളിൽ അധികാരികൾ കർഫ്യൂ ഏർപ്പെടുത്തുകയും സൈനിക യൂണിറ്റ് വിന്യസിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയല്ല, അഴിമതിയെയാണ് നിർത്തലാക്കേണ്ടത് എന്ന മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടി. രാജ്യത്ത് അഴിമതി വ്യാപകമാണെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വിയോജിപ്പുകൾ നിശബ്ദമാക്കുന്നതിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നതിനും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ നീക്കമായാണ് സോഷ്യൽ മീഡിയ നിരോധനത്തെ യുവജനങ്ങൾ കണ്ടത്. ചെറുകിട ബിസിനസ്സുകൾ, വാർത്താ വിതരണം, ദൈനംദിന ആശയവിനിമയം എന്നിവ തടസ്സപ്പെട്ടതിലൂടെ ജനങ്ങളുടെ സംസാരം, ജോലി, കണക്ടിവിറ്റി എന്നിവയ്ക്കെതിരെ നേരിട്ടുള്ള ആക്രമണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് പ്രകടനക്കാർ ആരോപിക്കുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സാപ്പ്, എക്സ് എന്നിവയുൾപ്പെടെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാനുള്ള സർക്കാർ തീരുമാനം സെപ്റ്റംബർ 4 വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് നിലവിൽ വന്നത്. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന നേപ്പാൾ ഭരണകൂടത്തിന്റെ പുതിയ നിയമം പാലിക്കുന്നതിൽ ഈ കമ്പനികൾ പരാജയപ്പെട്ടതിനാലാണ് നിരോധനം ഏർപ്പെടുത്തുന്നതെന്നാണ് സർക്കാരിന്റെ പക്ഷം. അതേസമയം രജിസ്ട്രേഷൻ നടപടികൾ പാലിച്ചിരുന്ന ടിക്ടോക്ക്, വൈബർ,
മറ്റു 3 പ്ലാറ്റ്ഫോമുകൾ എന്നിവ തടസ്സമില്ലാതെ ഉപയോഗിക്കാമായിരുന്നു. സോഷ്യൽ മീഡിയ നിരോധനത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ശക്തമായി ന്യായീകരിച്ചു. രാഷ്ട്രത്തെ ദുർബലപ്പെടുത്തുന്നത് താൻ അനുവദിക്കില്ലെന്നും വ്യക്തിഗത തൊഴിൽ നഷ്ടങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമപ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. നിയമത്തെ ധിക്കരിക്കുന്നതും ഭരണഘടനയെ അവഗണിക്കുന്നതും അനാദരിക്കുന്നതും താൻ അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. സോഷ്യൽ മീഡിയ നിരോധിക്കുകയല്ല, മറിച്ച് വ്യാജ വാർത്തകൾ, വിദ്വേഷ പ്രസംഗം, ഓൺലൈൻ തട്ടിപ്പ് എന്നിവയെ ചെറുക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് സർക്കാർ വാദിച്ചു. എന്നാൽ തങ്ങളുടെ മൗലികാവകാശങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ജനസമൂഹത്തെയാണ് പിന്നീട് ലോകം കണ്ടത്. അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാരിന്റെ സേനയ്ക്ക് അധികാരവും കൈക്കരുത്തും മതിയായിരുന്നില്ല. അത് നേപ്പാളിന്റെ രാഷ്ട്രീയ വർത്തമാന ചരിത്രത്തിലെ പുതിയ വഴിത്തിരിവാവുകയായിരുന്നു. പ്രതിഷേധങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ധാർമ്മിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു. സാഹചര്യം നിയന്ത്രിക്കാൻ പോലീസിന് ജലപീരങ്കികൾ, ബാറ്റണുകൾ, റബ്ബർ ബുള്ളറ്റുകൾ എന്നിവയുൾപ്പെടെ ബലപ്രയോഗം നടത്തേണ്ടി വന്നുവെന്ന് ആശയവിനിമയ മന്ത്രി പൃഥ്വി സുബ്ബ സ്ഥിരീകരിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നിവയുൾപ്പെടെ ആഭ്യന്തര അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകൾ സംഭവത്തിൽ ശക്തമായി അപലപിക്കുകയും മരണങ്ങളിലും പരിക്കുകളിലും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ജൻസി പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ നേപ്പാളിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. സെപ്റ്റംബർ 9 അർദ്ധരാത്രിയോടെ നേപ്പാളിലെ വാർത്താവിനിമയ കാര്യമന്ത്രി പൃഥ്വി സുബ്ബ ഗുരുങ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നിരോധനത്തെ തുടർന്ന് യുവജന പ്രക്ഷോഭം ഉടലെടുത്ത സാഹചര്യത്തിലാണ് നിരോധനം നീക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. അതേസമയം മുൻപ് ഗവൺമെന്റ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനെടുത്ത തീരുമാനത്തിൽ പശ്ചാത്താപമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളോട് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രതിഷേധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മന്ത്രിസഭ ഒരു അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. നേപ്പാളിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്ന വ്യവസ്ഥാപിത ഭരണപരാജയങ്ങൾക്കെതിരായ ഒരു തലമുറയുടെ നിലപാടായി മാറിയിരിക്കുകയാണ് നേപ്പാളിൽ നടന്ന ജൻസി പ്രതിഷേധം. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സ്വാതന്ത്ര്യം ഔദാര്യമല്ല, അവകാശമാണ് എന്ന തിരിച്ചറിവുള്ള പുതിയ തലമുറയുടെ പ്രതിഷേധം ലോകത്തിനു മുഴുവനും പുതിയ കാഴ്ചപ്പാട് നൽകുകയാണ്.